ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മള് വാഗമണിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് അല്ലേ? ഇപ്പൊ നമ്മള് ഏകദേശം ഇവിടെ എത്തി. നമ്മളിപ്പോ ചങ്ങനാശ്ശേരി എത്തി. വീട്ടിൽ നിന്ന് ഇറങ്ങിയ വ്ളോഗൊന്നും ഇടാൻ പറ്റിയില്ല. അതിനിടയിലെ കുഞ്ഞുറങ്ങി. കുഞ്ഞിറങ്ങിയ ആകപ്പാട് ബഹളവും കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മള് പെട്ടെന്ന് കയറി കുറച്ചൊന്ന് സെറ്റായത് ഇപ്പോഴാണ്. നമ്മളൊന്ന് ഡ്രൈവ് ചെയ്ത് സെറ്റായി വന്നത്. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയ ലൊക്കേഷൻ വേണമല്ലോ, അപ്പൊ അതൊക്കെ കൊണ്ട് ക്ഷമിക്കുക. സ്റ്റാർട്ട് ചെയ്യാണ് വ്ളോഗ്. ചങ്ങനാശ്ശേരി നമ്മുടെ ആ ബൈപ്പാസിനകത്തോട്ട് കയറുന്ന ഒരു റോഡാണ്. ചങ്ങനാശ്ശേരി ടു കോട്ടയം പോകുന്ന ഒരു ബൈപ്പാസ് റോഡാണ് ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത്. ആക്ച്വലി കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് ഹണിമൂൺ കാര്യങ്ങളൊന്നും പോയില്ല അല്ലേ? അതിന്റെ കാരണം എന്താണ്? കോവിഡ് ടൈം ആയിരുന്നു. കല്യാണം കഴിഞ്ഞത് കോവിഡ് ടൈം ആയിരുന്നു. സെക്കൻഡ് വേവിലായിരുന്നു കോവിഡ് നടന്നത്, കല്യാണം നടന്നത്. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഫ്രാൻസിലോട്ട് മൂവ് ചെയ്തു. പിന്നെ അതിന്റെ ഇടയ്ക്ക് അതൊന്നും നടന്നില്ല. നമ്മള് പിന്നെ അടുത്തുള്ള ഏരിയയിലൊക്കെ പോകുമായിരുന്നു, പക്ഷെ അങ്ങനെ ഈ നമ്മളെ ഫാമിലി മാത്രമായിട്ടുള്ള ഒരു ഹണിമൂൺ സെറ്റപ്പിലോട്ട് വന്നിട്ടില്ല. ഇപ്പൊ ഹണിമൂണും കഴിഞ്ഞ് ബേബി മൂണ് പോകുന്ന അവസ്ഥയിലാണ്. ഞങ്ങളുടെ ബേബി ഇസാ ബേബി. നമ്മുടെ വീഡിയോക്ക് അത് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ പ്രേക്ഷകര്. സോ അപ്പൊ നമ്മള് ഇവിടെ നമ്മള് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ തുടർന്നുള്ള വിശേഷങ്ങളും നമ്മുടെ വീഡിയോസ് ആയിട്ട് വിടുന്നതായിരിക്കും. സോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി റോഡിലാണ്. സമയം 5:30 ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പതിയെ വണ്ടിയെടുത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. പോകെയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണുക, എൻജോയ് ചെയ്യുക. നമ്മള് റെയിൽവേ സ്റ്റേഷന് എത്തിയിരിക്കുന്നത്. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ്. നമ്മള് അതിന്റെ ഏരിയയിലോട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഒരു 5 മണിയായപ്പോ നമ്മള് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പം അവരുടെ ഫ്രണ്ടിൽ ഒരു സിഗ്നൽ ഉണ്ട്, അത് പാസ് ചെയ്തിട്ട് വേണം നമുക്ക് കറുകച്ചാൽ റൂട്ട് പിടിച്ച് വാഴൂരിൽ എത്താനായിട്ട്. ഇപ്പൊ നൈറ്റ് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഡ്രൈവ് ചെയ്ത് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കണ്ടോ പ്ലീസ്, കരിക്കട, നീറ്റകക്ക, കുമ്മായം, ചിരട്ടക്കരി, മരക്കരി എടുക്കപ്പെടും. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കരിക്കട. അടിപൊളി, കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ടല്ലേ? അതെ, വേറെ ഞാൻ കണ്ടിട്ടില്ല. തേപ്പ് കട എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് വേറെ ഒരു സ്റ്റെപ്പ് വെറൈറ്റി. കോ പാസഞ്ചർ സോന സാജൻ 4 വർഷമായിട്ട് ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കുന്നു. ഞാൻ ഇവിടെ സഹിക്കുന്നു ഗൈസ്. അതെ, ഇത് ഞങ്ങളുടെ ഒരു കോ പാസഞ്ചറിലെ കോ റിലേഷനിലുണ്ടായ ഞങ്ങളുടെ കോ ബേബി. ഇതിനെങ്കിലും പോകാൻ അപ്പുറത്ത് കിടക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ച് വണ്ടി എടുക്കുന്നു. ഇത് പോകാൻ പറ്റുമോ എന്നറിയില്ല. അപ്പൊ തന്നെ സ്വിഗ്ഗിക്കാരൻ ചേട്ടൻ ഇടയ്ക്കിടെ അയ്യോ യെല്ലോ സിഗ്നല്, അയ്യോ പണി കിട്ടി. നോ നമ്മൾ പാസ് ചെയ്തിരിക്കുന്നു. നമ്മളങ്ങനെ തിരുവല്ല പോട്ടെ, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് കറുകച്ചാൽ റൂട്ടിലേക്കാണ്. ഈ നമ്മളിപ്പോ ഇവിടെയാണ് ഞാൻ ഡിഗ്രി പഠിച്ചിരുന്നത്. ചങ്ങനാശ്ശേരി പാറേപ്പള്ളി ആയിട്ടുണ്ട്. നല്ലൊരു ക്ലൈമറ്റ് ആണ്. നമുക്ക് ഒരു രാവിലെ നല്ല മഴയുള്ള ടൈമായിരുന്നു, പക്ഷെ ഇപ്പം അത്യാവശ്യം നല്ലൊരു പ്രകാശം വീണിട്ടുണ്ട്. ഇനിയിപ്പം അങ്ങോട്ട് പോകെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം നമ്മള് ചങ്ങനാശ്ശേരി പാറേപ്പള്ളി, പുതിയതായിട്ട് പണിയുന്ന പാറേപ്പള്ളി ആ ഏരിയയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതിന് തൊട്ടടുത്താണ് കുരിശുമൂട്. അപ്പം കുരിശുമൂടിന് ഒരു കഥയുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിലൊരു കഥയുണ്ട്. ഞാൻ പഠിച്ചത് ചങ്ങനാശ്ശേരി ക്രിസ്തുജ്യോതി കോളേജിലാണ്. ക്രിസ്തുജ്യോതി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിലാണ് ഞാൻ BCom പഠിച്ചിറങ്ങിയത്. അപ്പം ആ ഒരു ടൈമില് ഞാൻ അഡ്മിഷൻ എടുത്തതിന്റെ തൊട്ട് പുറകെ വേറൊരാള് അതിന്റെ പുറകെ ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് അഡ്മിഷൻ എടുക്കാനൊക്കെ വന്ന് ആകെപ്പാട് അവസാനം ജോഷിയച്ചൻ പിടിച്ച് വെളിയിൽ തള്ളി, നിനക്ക് ഇവിടെ അഡ്മിഷൻ ഇടലാന്ന് പറഞ്ഞു പോയി. അങ്ങനെയാണ് പോയി നമ്പൂതിരി. ഇതാണ് നമ്മുടെ ചങ്ങനാശ്ശേരി പാറേപ്പള്ളി, പുതിയതായിട്ട് പണിയുന്ന പള്ളി. 10-20-25 കോടിയുടെ ബഡ്ജറ്റാണ്. കോളേജിന്റെ എൻട്രൻസിലോട്ടുള്ള ആർച്ചാണിത്. നമ്മൾ പോകുമ്പോ കാണുന്നതാണ്. അതായത് ചങ്ങനാശ്ശേരി കറുകച്ചാൽ റോഡിലോട്ട് പോകുമ്പോ കാണുന്നതാണ്.
ഡൊമിനോസ് ഉണ്ട്, ഡൊമിനോസിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അത് റീസെന്റ് ആയിട്ട് വന്നതാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ക്രിസ്തു ജ്യോതി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി. അങ്ങനെ നമ്മള് കുരിശുമൂട് എത്തിയിരിക്കുകയാണ്. ഒരു MLA കുറെ നേരമായിട്ട് അല്ല മുന്നിലല്ലേ പിന്നിൽ കിടന്ന് ഫോണടിച്ച് പക്ഷെ എമർജൻസി വെഹിക്കിൾ അല്ലേ MLA, ഗവൺമെന്റ് ഒഫീഷ്യൽ അല്ലേ, ഒഫീഷ്യൽ അല്ല, വിടാൻ പാടില്ല. അങ്ങനെ നമ്മള് പോകാത്ത വഴി കൂടെ MLA എന്നൊക്കെ പറയുന്ന ജനപ്രതിനിധിയാണ്. സോ അത് നമ്മള് മുമ്പോട്ട് കയറ്റി വിടണം. എന്റെ MLA കമോൺ കയറുവാ പോയി നമ്മളെ റോഡും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ. പുറകിലൊരു ലേണേഴ്സ് പൊട്ടിച്ചൊരു വണ്ടി ഉണ്ട്, അവന്മാര് കയറ്റി വിടുന്നില്ല. നമുക്ക് എന്തായാലും MLA കയറ്റി വിട്ടേ, കാരണം നമുക്ക് നാളെ നമ്മുടെ നാടിന് ആവശ്യമാണ്. MLA പോയില്ല, പക്ഷെ MLA പോയില്ല, ലേണേഴ്സ് ഒട്ടിച്ച വണ്ടി MLA പോയിട്ടുണ്ട്. ഏതാ നമ്പർ ഏതാ? 33. അപ്പൊ പിന്നെ MLA നമ്മുടെ ചങ്ങനാശ്ശേരി MLA ആണ്. ചങ്ങനാശ്ശേരി MLA ആരാണ്? അതൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കും അറിയത്തില്ല. പിന്നെ എന്നാ ചോദിച്ചാ നിങ്ങൾ ചങ്ങനാശ്ശേരി MLA പാർക്ക് പറന്ന് നടക്കാണ് ഗൈസ്. ബിഗ് സല്യൂട്ട്. ഇങ്ങനെ വേണം അല്ലേ? അതെ. നമ്മളിപ്പോൾ തെങ്ങണയിൽ എത്തിയിരിക്കുകയാണ്. ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഇത്. അപ്പം പൊക്കോണ്ടിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഇസമോൻ ഇതാ എണ്ണീട്ടിരിക്കുകയാണ്. ഇത്രയും നേരം ഉറക്കമായിരുന്നവൾ ഇന്നിപ്പോ കണ്ണ് തുറന്നിരിക്കുകയാണ്. ഇപ്പൊ കണ്ണ് തുറന്നു. എല്ലാവർക്കും ബോൺഷു സവാ പറ. ബോൺഷു സവാ നമ്മളിപ്പോ തെങ്ങണ ജംഗ്ഷനിൽ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ പോവാണ്, പൊക്കോണ്ടിരിക്കുകയാണ്. തെങ്ങണ ആയി സ്ട്രെയിറ്റ് റോഡ് കറുകച്ചാൽ പിടിച്ച് വാഴൂർ പോകാനാണ്. അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ട്, നല്ല അത്യാവശ്യം ഒരു 10 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് തെങ്ങണായും കറുകച്ചാലും തമ്മിൽ. ഗൈസ് ചെറിയ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ടീ ബ്രേക്ക് അല്ല, ചിപ്സ് ബ്രേക്ക്. ന്യൂലാൻഡിലെ ചിപ്സ്, നമ്മുടെ വീടിനടുത്തുള്ള ന്യൂലാൻഡ് ബേക്കറിയുടെ ചിപ്സ്, 1.5 നല്ല ചിപ്സ്. അതൊന്നും അല്ല കാര്യം, സോനാടെ ഒരു കസിന്റെ വീട് ഇവിടെ ഉണ്ട്. അവളുടെ പേര് അലീന, നഴ്സിംഗ് പഠിക്കാണ് ഹൈദരാബാദിൽ. അപ്പം ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ അവളിപ്പോ ചങ്ങനാശ്ശേരിയിലുണ്ട്. 10 മിനിറ്റുള്ളിൽ ഇവിടെ ഈ ഒരു സ്ഥലത്തൂടെ പാസ് ചെയ്ത് പോകും. ഇവിടെ ഇറങ്ങും. ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. കാരണം ഞാൻ അവളെ കണ്ടിട്ട് കുറച്ച് നാളായി, ഒരു 5-8 വർഷത്തിന് മേളിലായി കണ്ടിട്ട്. ഒന്ന് കാണണം, സംസാരിക്കണം. പിന്നെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് 2-3 ചിപ്സ് എടുത്ത് ഒരു ചായയൊക്കെ കുടിച്ച് സെറ്റ് ആയിട്ടിരിക്കാം. ഓക്കെ. അവളുടെ കസിൻ നമ്മളെ ചതിച്ചിരിക്കുകയാണ് ഗൈസ്. ചതിച്ചു. എന്നാ സംഭവം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചങ്ങനാശ്ശേരി വണ്ടി കയറി പകുതിയായി കുരിശുമൂട് കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞാണ്. എന്നിട്ട് ഇപ്പൊ ചങ്ങനാശ്ശേരി ഓക്കെ. എന്തൊക്കെയാണെങ്കിലും ആ ഒരു സമയത്ത് നമ്മളുടെ ലവ് സ്റ്റോറി നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തായിരിക്കും, പക്ഷെ പോകെ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തായിരിക്കും. ഓക്കെ, നമ്മൾ ആ ഫസ്റ്റ് കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്, എവിടെ വെച്ചിട്ടാണ്? ഫസ്റ്റ് ഞാൻ മീറ്റ് ചെയ്യുന്നത് +1+2 കണ്ടിട്ടുണ്ട്, കണ്ട് പരിചയമുണ്ട്. എന്നല്ലാതെ എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പേരോ വില്ലാസോ ഒന്നും അറിയില്ല. പിന്നെ ഞാൻ +1 കഴിഞ്ഞു. +2 ഞങ്ങക്ക് ക്രിസ്മസ് എക്സാം നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ശരിക്കും മീറ്റ് ചെയ്ത്. മീറ്റ് ചെയ്തു ഞങ്ങള് നേരിട്ട് കണ്ടു, സംസാരിച്ച ഒരു ലെവൽ എത്തിയത് ആ സമയത്താണ്. നേരത്തെ കണ്ടിട്ടുണ്ടെന്നുള്ള അല്ലാതെ വേറെ ഒന്നും അറിയില്ല. അപ്പൊ ഇന്ന് ക്രിസ്മസ് എക്സാം നടന്നപ്പോ എന്റെ ബർത്ത്ഡേ ആണ് അന്നത്തെ ദിവസം. അപ്പം വളരെ കോയിൻസിഡന്റ് ആയിട്ടാണ് പുള്ളി എന്നോട് സംസാരിച്ചത്. പിന്നീടാണ് പ്രപ്പോസൽ ചെയ്യുകയും പിന്നീട് പ്രപ്പോസൽ നടത്തുകയും ചെയ്തത്. അപ്പം നമുക്ക് കുറെ പ്രപ്പോസൽസ് വരുമല്ലോ. പ്രപ്പോസൽസ് വന്നതിൽ എനിക്ക് എന്റെ എനിക്ക് എന്റെ മനസ്സിൽ ഓർമ്മ ഉള്ളത് ഈ ഒരു കുട്ടിയുടെ മുഖം മാത്രമാണ്. അങ്ങനെ പറയത്തില്ല. ഓക്കെ, എന്തൊക്കെയാണേലും പുതുതായിട്ട് വരുന്ന പിള്ളേരൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരാളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ആ ദിവസം പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ബി സംതിങ് സ്പെഷ്യൽ. അങ്ങനെയല്ല ഗൈസ്, നമ്മളിപ്പം ഡേറ്റ് ഓഫ് ബർത്തിൽ നമ്മൾ ഒരാൾ വന്ന് പ്രപ്പോസ് ചെയ്യുക, വളരെ കോയിൻസിഡന്റ് ആയിട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുക. അപ്പൊ ആ ആള്
തന്നെ നമ്മുടെ ലൈഫ് പാർട്ട്ണറായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. അത് പിന്നീട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, നമ്മൾ ബർത്ത്ഡേക്ക് പ്രപ്പോസ് ചെയ്യുന്ന ആളെ തന്നെ നമ്മുടെ ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടും എന്നുള്ളത് ഒരു ചെറിയൊരു മിത്ത് എന്ന് വേണം പറയാം. അപ്പം അങ്ങനെ ഏതായാലും അത് അങ്ങനെ തന്നെ ലൈഫിൽ നടന്നു. അപ്പം അങ്ങനെ വന്ന് എന്നെ പ്രപ്പോസ് ചെയ്തു. പിന്നെ ആ ആളെ ഞാൻ മറന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പ്രപ്പോസൽസ് വരുന്നുണ്ട്. നമുക്കതൊന്നും പ്രപ്പോസ് ചെയ്യുന്ന ആളെ അറിയാം, പക്ഷെ അതൊക്കെ വിട്ടുപോകുന്നല്ലാതെ ഈ ഒരു മുഖം പിന്നീട് മനസ്സിൽ പോയിട്ടില്ല. പിന്നെ പല തവണയായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണുന്നു, ഡിഗ്രി ഫസ്റ്റ് ഇയറിലൊക്കെ കാണുന്നു. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഞങ്ങള് ഡിഗ്രി ഫസ്റ്റ് ഇയർ 2017 തോന്നുന്നു. അപ്പൊ 2017 നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു. ഞാൻ അഡ്മിഷൻ എടുക്കുന്ന ക്രിസ്ത്യോതിയിലാണ്. അപ്പം ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പുള്ളി അവിടെ വന്ന് അഡ്മിഷൻ എടുത്തത്, എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം ഓൾറെഡി സീറ്റ് ഫുള്ളായി. ബികോമിന് ഒരു ക്ലാസ്സിൽ ഒരു 60% 60 വരെ എടുക്കുള്ളൂ. ബികോം FT ഫണ്ടില് FT2 ആണെങ്കിൽ 60 അത്രയും ഏകദേശം അതേ റേഞ്ചിൽ തന്നെ ആൾക്കാരെ എടുക്കും. ഒരു ക്ലാസ്സിൽ 60 പേരെ കേസ് എടുക്കത്തുള്ളൂ അന്നത്തെ ചട്ടവും നിയമവും അനുസരിച്ചിട്ട്. പക്ഷെ ഇന്ന് എന്ന് പറയുമ്പോൾ അങ്ങനല്ലല്ലോ. അവിടെ ആരും നിൽക്കില്ല, എല്ലാം എബ്രോഡ് പോകുന്ന കാരണം പിള്ളേർ കുറവാണ്. അന്ന് ബികോം എന്ന് പറഞ്ഞാൽ ഒരു 8 വർഷം മുന്നേ 7 വർഷം മുന്നേ നല്ല ഡിമാൻഡ് ആയിരുന്നു. അപ്പൊ ഇവളുടെ കോളേജില് ക്രിസ്ത്യോതി ടെക്നോളജി മാനേജ്മെന്റ് ഓഫ് കോളേജില് അങ്ങനല്ല, ക്രിസ്ത്യോതി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ഞാനും എന്റെ പ്രിയ സുഹൃത്തായ അജയും കൂടി നേരെ അങ്ങോട്ട് ചെല്ലുന്നു. ഞങ്ങൾക്ക് അവിടെ മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയില്ല. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അവിടെ കിട്ടിയില്ല. അതിന് പകരം ഞങ്ങൾ തിരുവല്ലയിൽ ഒരു പാർലർ കോളേജിൽ M. ജോൺസിന്റെ അഫിലിയേഷൻ ഉള്ള ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുത്തിരിക്കും. ഞങ്ങൾ അങ്ങനെ സെയിം റൂട്ടിലാണ് ട്രാവൽ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു. ഡിഗ്രി സെക്കൻഡ് ഇയറിലായപ്പോ ഇതുപോലെ ഒരു കോള് വന്നു. ഒരു ദിവസം ഒരു കോള് വന്നു. എന്റെ ഒരു ഫ്രണ്ടിന്റെ പേരും പറഞ്ഞു, വിഷ്ണുപ്രിയ നമ്പർ ഉണ്ടോന്നും ചോദിച്ചിട്ട്. അപ്പൊ അതിന്റെ ബാക്കി നമ്മള് പോകുന്ന വഴി പിന്നെ പറയുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കുറച്ച് സംതിങ് എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ അതിന് പിന്നെ ഫണ്ണാണ്, കുറച്ച് എക്സൈറ്റിംഗ് ഉണ്ട്. അപ്പൊ ഗൈസ് ഇതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇരിക്കില്ലേ. ഇപ്പൊ നമ്മള് വിഷ്ണുപ്രിയ എന്നുള്ള ഒരു കുട്ടിയുടെ ഫോണിൽ നിന്ന് ഞാൻ ഇവിടെ ഫോൺ ചെയ്യുന്നു. ടെസ്റ്റും കാര്യങ്ങളും നമ്മള് ബാക്കി അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ പറയുന്നതായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ഇപ്പോൾ ഇവരുടെ കസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ല പോസ്റ്റാണ്. പണ്ടും ഇതുപോലെ തന്നെ ആയിരുന്നു. ഞങ്ങൾ എവിടെ ലവ് അടിച്ച സമയത്ത്, ലൈൻ അടിച്ച സമയത്ത്, പ്രേമത്തിലായിരുന്ന സമയത്ത്, എവിടെങ്കിലും ഒക്കെ കറങ്ങി നടന്ന സമയത്ത് എന്നെ ശരിക്കും പോസ്റ്റ് അടുപ്പിച്ചിട്ടുണ്ട് ഇവള്. വഴിയോരത്ത് വണ്ടിയുമായിട്ട് കാത്തിരുന്നു. ഇല്ല കേസ്, അത് മൊത്തം തെറ്റാണ് കേസ്. ഞങ്ങള് തിരുവല്ല പാർക്കിൽ പോകാൻ വേണ്ടി ഞാൻ രാവിലെ 9 ആയപ്പോ ഇറങ്ങിയത്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത് എന്നാന്നറിയാവോ? ഇടത്തുവായെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ എന്നാ ചെയ്തു, വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിച്ചിട്ട് പോലും ഇല്ല, പാന്റ് ഇടുന്ന പോലും ഇല്ല. ഞാൻ ഇറങ്ങി നടന്ന് നിരണം വരെ എത്തിക്കേ. നിരണം വലിയ ദൂരമില്ല. അപ്പൊ ഗൈസ് ഇതിന്റെ ബാക്കി നമുക്ക് പോകുന്ന വഴി വിശേഷം അറിയിക്കാം. ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. ഇതിനകത്ത് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ഒരു സൈഡില് വ്ളോഗിങ്, ഒരു സൈഡില് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ചിപ്സ് നിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇസക്കുട്ടി. അപ്പൊ ഞാൻ വന്ന കാരണം ഒരു മാസം അംഗൻവാടി ഒന്നും പോയില്ലല്ലേ? അങ്ങാടി വിട്ടിട്ടില്ല. നിങ്ങൾ പോയി കഴിഞ്ഞ് വിടുമ്പോഴത്തേക്ക് എന്താവും അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. അമ്മയുടെ സീറ്റ് കീറും, അത് ഉറപ്പാണ്. നോക്കൂ, അതേ സമയത്ത് തന്നെ അതും ഒരു വഴിക്ക്. നമ്മൾ കറുകച്ചാല് കഴിഞ്ഞ് നേരെ മുണ്ടക്കയം പോകുന്ന റോഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ചെറിയ കുഞ്ഞൻ സിക്സാഗ് ലൈനുകളും അതുപോലെ തന്നെ കുഞ്ഞൻ വളവുകളും ചെറിയ ഹെയർപിൻ വളവുകളൊക്കെയാണ് ഈ റോഡില്. പക്ഷെ ഈ ഒരു സമയമായതുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്രകൃതി രമണീയത ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല. സോ നമ്മളങ്ങനെ മുണ്ടക്കയത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. മുണ്ടക്കയത്താണ് നമ്മുടെ സ്റ്റേ വരുന്നത്. സ്റ്റേ നമ്മൾ KTDCയുടെ ഒരു ഹോം സ്റ്റേയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കേരള KTDCയുടെ ഹോം സ്റ്റേയിൽ നമ്മൾ വന്നിരിക്കുകയാണ്. കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കോർപ്പറേഷൻ, അത് തന്നെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, അത് തന്നെ KTDC. നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേ രാത്രിയിലത്തെ ഇവിടാണ്. ഹോട്ടൽ വഴിയോരം നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് പുറമെ നമുക്ക് നേരെ പോയി ചെക്ക് ഇൻ ചെയ്യാം.
നാരോ വേ ആണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ KTDCയുടെ ഹോം സ്റ്റേയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വരാൻ പോകുന്നവർക്കും അല്ലെങ്കിൽ ഇതുപോലെ ട്രിപ്പ് പോകുന്നവർക്ക് ജസ്റ്റ് ഹെൽപ്പ് ആയിരിക്കുമല്ലോ. സോ നമുക്ക് നമ്മുടെ റൂം ഒന്ന് കണ്ടു നോക്കാം. ഫാമിലി ബെഡ് ഉണ്ട്. പിന്നെ നമുക്കൊരു TV യൂണിറ്റ് ഉണ്ട്. നമുക്ക് അവിടെ ഇതിന്റെ ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് വാട്ടർ ഒക്കെ കൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ഒരു ടേബിള്. അതിനിടയിൽ ഇത്ര റഷൊന്നും അല്ലായിരുന്നു ഇവിടെ. നമ്മുടെ ഇസാമ ഇവിടെ ഓടിച്ചാൽ റഷാക്കുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു അടിയും കിടിയും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെയറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഡ്രസ്സിങ് യൂണിറ്റ് സെറ്റപ്പുകൾ, പിന്നെ ഒരു കബോർഡ് കാര്യമാതിരി കാര്യങ്ങൾ, ഡ്രസ്സും കാര്യങ്ങളും വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാത്റൂം എങ്ങനെയുണ്ട്? ബാത്റൂം കുഴപ്പമില്ല, ഒരു ആവറേജ് കുഴപ്പമില്ലല്ലേ? സെറ്റപ്പ് ഉണ്ട്. ഓക്കെ ഫൈൻ. ബാത്റൂം ഓക്കെ. ഫാമിലിക്ക് ഓവർനൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു വഴിയോരം KTDC. ഇതെവിടെയാ? മുണ്ടക്കയം. അതെ, പ്രോപ്പർ റോഡ് സൈഡിൽ തന്നെയാണ്. നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നമ്മൾ എടുത്തത് AC റൂമാണ്. നമ്മൾ എടുത്തത് ഇത്രയും റഷാക്കിയത് അവളാണ്. അവർ അത്യാവശ്യം സെറ്റപ്പായിട്ട് റെഡിയാക്കി വെച്ചതാണ്. അപ്പൊ ഗൈസ് നമ്മളൊന്ന് ഫ്രഷ് ആവട്ടെ. ഫ്രഷ് ആവുമ്പോഴത്തേക്ക് നമ്മള് ഫുഡ് റെഡിയാവും. അപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാം. KTDCയുടെ നമ്മുടെ നൈറ്റ് ഇന്നത്തേക്കുള്ള ഡിന്നർ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ടാണ് പറഞ്ഞത്. കിഴി ബിരിയാണി അല്ലേ? ചിക്കൻ ബിരിയാണി, 2 മുട്ട വിത്ത് കിഴി ബിരിയാണി, അതിനുള്ള സോസും പീക്കളും, പിന്നെ ഇത് കാന്താരി ചിക്കൻ, ചപ്പാത്തി, പിന്നെ ഒരു ജസ്റ്റ് സൈഡ് ഡിഷ്. അപ്പൊ അതാണ് KTDCയുടെ സ്പെഷ്യൽ മെനു. എങ്ങനെയുണ്ട് ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ? സർവീസ് ഒക്കെ അടിപൊളിയാണ്. നമുക്ക് വേണ്ട റൂംസിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് അവരെ നമുക്ക് ഏതാ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് തന്നിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പം ടൂർ ടൈമും വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നമുക്ക് റൂം കിട്ടാൻ ഭയങ്കര പാടായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അടിപൊളി റൂമാണ്. റൂം ഒരു ഓവർനൈറ്റ് സ്റ്റേക്ക് പറ്റിയൊരു ഏരിയയാണിത്. പിന്നെ നമുക്ക് ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഇതിനിടയ്ക്ക് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ട്രാവൽ ചെയ്യാനുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. ബോണപ്പെറ്റി നമ്മൾ ഫിനിഷ് ആക്കട്ടെ. സമയം ഏകദേശം 8:30-9 മണി ആകുന്നു. അത്യാവശ്യം ടയർഡാണ്. നാളെ നമ്മള് പുതുടർമ്മ ട്രാവൽ ചെയ്യും. നമ്മുടെ തുടർന്നുള്ള വീഡിയോസ് നാളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നാളത്തേക്ക് നമുക്ക് നമ്മുടെ ട്രാവൽ ബ്ലോഗ് ശരിക്കുള്ളത് സ്റ്റാർട്ട് ജസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ പ്ലേസ് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു സേഫ് സോൺ എന്ന് വേണേൽ പറയാം. ആ ഒരു സേഫ് ലാൻഡിങ്ങിൽ നമ്മൾ ട്രാവൽ മോഡിലോട്ട് എത്തിയതേ ഉള്ളൂ. ആയിട്ടില്ല. കമ്മിങ് സൂൺ.